എന്താ പറയ്. ഹലോ, ചേട്ടൻ എത്താറായോ? എവിടെ എത്താൻ, ഇനി 2 മണിക്കൂറെങ്കിലും വേണം. അതെ, നാട്ടിൽ നിന്നും വിളിച്ചിരുന്നു. അമ്മ വല്ലാത്ത വിഷമത്തില്ല. അവരായിരിക്കത്തില്ല, നീ ആയിരിക്കും വിളിച്ചത്. ഇതിപ്പോ കേട്ടാ തോന്നും എന്റെ അമ്മയാണെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ആവശ്യമില്ലാതെ അവിടെ വിളിച്ച് ഓരോന്നുണ്ടാക്കി വെക്കരുത്. ഇതു രാജീവ്, നമ്മുടെ കഥാനായകൻ. അബുദാബിയിലെ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പ്രോജക്ട് എഞ്ചിനീയറാണ്. നാട്ടിൽ അമ്മയും ഭാര്യ അപർണയും മകനും മാത്രം. പണവും സൗകര്യങ്ങളും ഒക്കെ കൂടിയപ്പോൾ സ്വന്തം സുഖങ്ങൾ മാത്രം ആഗ്രഹിച്ച് ഭാര്യയെയും കുഞ്ഞിനെയും അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ രാജീവിനെ കാത്തിരുന്നത് ഒരു മരുഭൂമിയിലേക്കുള്ള സ്ഥലമാറ്റമായിരുന്നു. അയാൾ ആകെ തകർന്നുപോയി. അബുദാബിയിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ അകലെ സൗദി ബോർഡറിനടുത്തുള്ള റുവൈസിലേക്കായിരുന്നു സ്ഥലം മാറ്റം. ട്രാൻസ്ഫർ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായി. അവസാനം സുഹൃത്തിനോട് പറഞ്ഞ് അപർണയുടെ സഹായത്തിന് ഒരു സെർവന്റിനെ നിർത്തിയ ശേഷം റുവൈസിലേക്കുള്ള യാത്രയിലാണ് രാജീവ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇതൊന്നും വേണ്ട എന്ന്. അമ്മയെ കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ പരിചയമില്ലാത്തൊരാളുടെ സഹായം ആവശ്യമുണ്ടായിരുന്നോ? എന്തായാലും കഷ്ടകാലമാണെന്ന് തോന്നുന്നു. തനിയെ ഉണ്ടാക്കി വെച്ച കഷ്ടകാലം എന്ന് പറഞ്ഞാ മതി. നീ ഫോൺ വെക്ക്, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ്. അൽനാസറിന്റെ ഓഫീസ് അല്ലേ? എന്താണ്? ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന എഞ്ചിനീയർ ആണ്. രാജീവ് സാറാണോ? അതെ. വരൂ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക്സ്. ഉമേഷ്, ഇത് നമ്മുടെ പ്രോജക്ട് എഞ്ചിനീയർ ആണ്, മിസ്റ്റർ രാജീവ്. രാജീവ്, ഇത് നമ്മുടെ DC ആണ്. ഹലോ. ഉമേഷ്, ആ ജോയിൻ ലെറ്റർ ഇങ്ങ് തരൂ. സർ പ്ലീസ് വെയിറ്റ്, ലെറ്റ് മീ ചെക്ക് വിത്ത് ദ PM. ഓക്കെ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ. എല്ലാ കാര്യങ്ങളും PM പറഞ്ഞു കാണുമല്ലോ. ഓ. സാർ, ഇവിടുത്തെ ഓഫീസ് ഡ്യൂട്ടി ടൈം 8 to 5 ആണ്. അത് PM പറഞ്ഞിരുന്നു. സാറിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹൈലൈൻ ക്യാമ്പിലാണ്. ഇതാണ് റൂട്ട് മാപ്പ്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ഷാരോൺ. ഓക്കെ സാർ.
ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. പ്ലീസ്. താങ്ക് യു. ആർ യു മലയാളി? അതെ, പറഞ്ഞോളൂ സർ. എൻ്റെ പേര് രാജീവ്. എനിക്കിവിടെ ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ് സാർ കമ്പനി? അൽനാസർ. ശരിയാണ് സാർ, ബി കാറ്റഗറി അക്കോമഡേഷൻ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ, പക്ഷേ അത് ബുക്ക് ചെയ്തിരിക്കുന്നത് നാളെ മുതലല്ല സാർ. നാളെ മുതലോ? എന്നിട്ട് കമ്പനി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഡയറക്റ്റ് ക്യാമ്പ് ഓഫീസിൽ വന്നാൽ മതി, ഇവിടെ എല്ലാം റെഡി ആണെന്നാണല്ലോ. അതെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും സാർ. ഞങ്ങളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ബുക്ക് ചെയ്തിരിക്കുന്നു നാളെ മുതലാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറിൻ്റെ അക്കോമഡേഷൻ ആകുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ കമ്പനിയിലേക്ക് ഒന്ന് വിളിക്കാം. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, ഷാരോൺ. ഓക്കെ, വെയിറ്റ്, ഞാൻ കൊടുക്കാം. ഹലോ, ആ പറയൂ. അല്ല സർ, നാളെ മുതലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സർ. അത് ഓക്കെ സർ, ഞാൻ മാനേജറോട് സംസാരിച്ചിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ സർ, ഓക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യൂ സർ. ഓക്കെ. ബി കാറ്റഗറി അക്കോമഡേഷൻ നാളത്തേക്ക് റെഡി ആവും സർ. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് സി കാറ്റഗറിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സി കാറ്റഗറിയിലോ? ഞാനോ? ബിയിലൊന്നും ഒഴിവില്ല സർ. സോ വാട്ട്? അതുകൊണ്ട് ഞാൻ ലേബേഴ്സിൻ്റെ കൂടെ പോയി താമസിക്കണോ? ലേബർമാരല്ല സർ, സിയിൽ സ്റ്റാഫ് അക്കോമഡേഷൻ ആണ്. അതുകൊണ്ട് സർ, ഇന്നൊരു ദിവസത്തേക്ക്. നിങ്ങൾ എന്താണ് മിസ്റ്റർ പറയുന്നത്? പ്രോജക്റ്റ് എഞ്ചിനീയറാ ഞാൻ, അവരോടെ പോയി താമസിക്കണമെന്നോ? ബിയിൽ എന്തെങ്കിലും ഒരു ഒഴിവുണ്ടായിരുന്നെങ്കിൽ സാറിനോട് സിയിൽ താമസിക്കാൻ റിക്വസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഓക്കെ, ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ അവിടെ പോയി താമസിക്കാം. ബട്ട് നാളെ രാവിലെ തന്നെ എന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഷുവർ സർ. ഓക്കെ, അറേഞ്ച് ഇറ്റ്. अली सर, साहब के लिए 104 अरेंज करो. ठीक है सर. सर, ये आपका बिल है. ओके. मैं जाता है सर. एक्सक्यूज मी, कल मॉर्निंग इधर आके दूसरा रूम पे शिफ्ट करना चाहिए. ओके सर. ഹലോ. എന്താ ചേട്ടാ, റൂമിൽ ഇതുവരെ എത്തിയില്ലേ? ഓ, എന്ത് പറയാനാ, സീനിയേഴ്സിന്റെ റൂമൊന്നും കിട്ടില്ല. ഞാൻ അതിന്റെ ടെൻഷനില്ല. എന്ത് പറ്റി? വന്ന അന്ന് മുതൽ ഓരോരോ പ്രോബ്ലംസ് അല്ലേ. മോനെവിടാ? ദാ ഇപ്പൊ ഉണർന്നതേ ഉള്ളൂ. ഞാൻ സംസാരിക്കുന്നത് നോക്കി ഇരിപ്പാ. നീ മരുന്ന് കൊടുത്തു? ആ, കൊടുത്തു. പിന്നെ ചേട്ടാ, അമ്മയ്ക്ക് നല്ല ക്ഷീണമായതിനാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നീ അങ്ങോട്ട് വിളിച്ചാണോ? അല്ല, അവരിങ്ങോട്ട് വിളിച്ചതാ. രാജീവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഹലോ രാജീവേട്ടാ. അപർണ, ഞാൻ ആകെ ടെൻഷനിലാണ്. നീ ക്യാഷ് എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്ക്. ആരോ വരുന്നുണ്ട്. നീ ഫോൺ വയ്ക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് ഈവനിങ് സാർ, ഞാൻ ബെന്നി. ഈ റൂമിലാണ്. ആ, ക്യാമ്പ് ഓഫീസിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അത് നമ്മുടെ ഓഫീസിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്കാ. നാളെ രാവിലെ തന്നെ ഞാൻ ഷിഫ്റ്റ് ആവും. സാറ് നേരത്തെ ഹെഡ് ഓഫീസിലായിരുന്നു. ആ, അതെ. നാട്ടിലെവിടെയാ? എറണാകുളം. ആ, ഷാരോൺ. ആ, രാജീവ് സാർ ഈ റൂമിലല്ലേ? ബാത്റൂമിലായിരിക്കും.
രാജീവ് സാറിന്റെ റൂമിന്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നം പറ്റി. ക്യാമ്പ് ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ സോറി സാർ, അത് ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആ ആണ്. ഇന്നൊരു രാത്രിയല്ലേ, നാളെ രാവിലെ ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ആയിട്ടേ ഓഫീസിലേക്ക് വരത്തുള്ളൂ. കുഴപ്പമില്ല, ഞാൻ പി എമ്മിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മെസ്സിലേക്കുള്ള കൂപ്പൺ. ചേട്ടാ, ലിയോ വന്നോ? ഇല്ല, എന്തു പറ്റി? അല്ല, ഇത് ലിയോ കൊണ്ടുവരാനുള്ള പൂക്കളല്ലേ? ശരിയാണല്ലോ, ഇതെവിടെന്നാ? അത് ഞാൻ കൊണ്ടുവന്നതാ. എന്താ? ആ ബെഡിൽ നേരത്തെ ഒരു എഞ്ചിനീയർ ആയിരുന്നു മിസ്റ്റർ ലിയോ. അയാൾ പുറത്തുനിന്ന് വരുമ്പോഴൊക്കെ ഇവിടെ കൊണ്ടുവരാറുള്ള പൂവായത്. ഈ പൂവിന്റെ കാര്യം ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അവൻ്റെ അമ്മയ്ക്ക് ഈ പൂക്കൾ വളരെ ഇഷ്ടമാണ്. അവരുടെ വീടിന് ചുറ്റും ഇതിൻ്റെ ഒരു ഗാർഡൻ തന്നെയുണ്ട്. ഇത് കണ്ടോ? അവൻ്റെ അമ്മയെ ചിലപ്പോഴൊക്കെ ഈ പൂക്കൾ ഇവിടെ വച്ച് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അവനെപ്പോലെ അമ്മയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു മകനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ചേട്ടാ, അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം? ഒരറിവുമില്ല. 1.5 മാസത്തെ ലീവിന് നാട്ടിൽ പോയതാ, പക്ഷേ നാട്ടിലിതുവരെ എത്തിയിട്ടില്ല. ഇന്നവൻ ലീവ് കഴിഞ്ഞ് കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട ദിവസമാണ്. എന്താ അയാളുടെ പേര് പറഞ്ഞത്? ലിയോ, എഞ്ചിനീയറാണ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണോ? അതെ സാർ. അച്ഛൻ മലയാളി, അമ്മ ഒരു യൂറോപ്യൻ. കൊച്ചിയിൽ എൻ്റെ വീടിനടുത്ത്. സാറിന് പരിചയമുണ്ടോ? ആ, ഒരിക്കൽ ഹെഡ് ഓഫീസിൽ വെച്ച് കണ്ടിരുന്നു. ഓ, ഓക്കെ. ഷാരോൺ ഇരിക്കെ. ഇല്ല ചേട്ടാ, പോട്ടെ. ഓക്കെ സാർ, ആ. നാളെ കാണാം. വീട്ടിലെത്തിയില്ല എന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും, ഐ മീൻ ഹിസ് റിലേറ്റീവ്സ്, അവരുടെ അടുത്തെങ്ങാനും? ഇല്ല സാർ, അവൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് അവനെയും അവൻ്റെ കുടുംബത്തെയും അറിയാം. പറയത്തക്ക ബന്ധുക്കളാരും അവനില്ല. മാത്രമല്ല, വീട്ടിലെ അമ്മമാരെ അറിയിക്കാതെ അവൻ എങ്ങും പോകില്ല. എന്താ, അമ്മമാരോ? അതെ സാർ, അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ്റെ അമ്മയും പോയി. അങ്ങനെ ആ വലിയ വീട്ടിൽ അവൻ ഒറ്റയ്ക്കായി. ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞതുകൊണ്ടാകാം മക്കൾ ഉപേക്ഷിച്ച അമ്മമാരെ അവൻ കൂടെ കൂട്ടി. അങ്ങനെ കുറേശ്ശെ അതൊരു ഓൾഡ് ഏജ് ഹോമായി മാറി. കൊച്ചിയിലാണോ ഈ വീട്? അതെ, സാറിനറിയായിരിക്കും, ലാവൻഡർ ഗാർഡൻ. ജന്മം നൽകി വളർത്തി വലുതാക്കി ഒരു കര പറ്റിക്കുമ്പോൾ അച്ഛനും അമ്മയും മക്കൾക്കൊരു ഭാരമാണ്. അവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? എന്താ സാർ, അമ്മയെ ഉപേക്ഷിച്ചു? ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കാമായിരുന്നു. പക്ഷേ ഇനി എനിക്കതിന് സാധിക്കില്ല. അമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ പറയില്ല, അത് തീരുമാനിക്കേണ്ടത് സാറാണ്. പക്ഷെ അമ്മ അവിടെ വളരെ വിഷമത്തിലാണ്. സാറിനെയും കുഞ്ഞിനെയും സ്നേഹിച്ച് മതിയായിട്ടില്ല അമ്മയ്ക്ക്. ഇതൊക്കെ കണ്ടും കേട്ടും വളരുന്ന സാറിന്റെ മകൻ ഇതുതന്നെ ആയിരിക്കും സാറിനോടും ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ ഡിസൈഡ്. അമ്മ,
സോറി സാർ, പഴയ ഫർണിച്ചർ എത്ര സൂക്ഷിച്ചാലും സൗണ്ട് കേൾക്കും. ഉം. എന്താ സാർ, എന്തോ പേടിച്ച പോലെ? രാത്രി ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഹേ ഒന്നുമില്ല. ഞാൻ ഇറങ്ങുന്നു. ചാവി ക്യാമ്പ് ഓഫീസിൽ കൊടുത്താൽ മതി. ഓക്കെ. ഹലോ. എന്താ ചേട്ടാ ഇത്ര രാവിലെ? ഇന്നലെ നീ അമ്മയുടെ കാര്യം അന്വേഷിച്ചിരുന്നോ? എന്നോട് വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? അമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? ഇത് തന്നെയല്ലേ നാട്ടിൽ വെച്ച് ഞാനും പറഞ്ഞേ. എന്തേ, രാത്രിയിൽ അമ്മയെ സ്വപ്നം കണ്ടോ? അതൊക്കെ പറയാം. ഇന്നത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ തന്നെ നിനക്കും കുഞ്ഞിനുള്ള ടിക്കറ്റ് ഞാൻ എടുക്കാം. നാളെ തന്നെ നീ അമ്മയെ വീട്ടിൽ കൊണ്ടുവരണം. ഓ, മനസ്സിൽ നിന്നും എന്തോ വലിയ ഭാരം ഇറങ്ങിയ പോലെ. നീ അവിടെയുള്ള അമ്മമാരെ കണ്ടിരുന്നോ? അവരൊക്കെ മക്കളെ ഉപേക്ഷിച്ചതാ. ഞാൻ 2 ദിവസത്തിനകം നാട്ടിൽ വരുന്നുണ്ട്. അവരെ പോയി കാണണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താ ഏട്ടാ ഇത്? രാജീവേട്ടൻ തന്നെയാണോ ഈ സംസാരിക്കുന്നേ? പാവം അമ്മ. ഇതൊക്കെ കേൾക്കുമ്പോ ശരിക്കും സന്തോഷിക്കും. നീ അമ്മയെ വിളിച്ച് കാര്യം പറയേ. എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മയെ വീട്ടിൽ കൊണ്ടുവരണം. എന്നും തിളങ്ങുന്ന പൊൻവിളക്കാണമ്മ, എണ്ണ വറ്റാതെ നാം കാത്തിടണം. എന്നും തിളങ്ങുന്ന പൊൻവിളക്കാണമ്മ, എണ്ണ വറ്റാതെ നാം കാത്തിടണം. എന്നും തുറന്നിടും വാതായനമുള്ള ഏകഗേഹമാണമ്മ മനം. ഉണ്മയെന്താണെന്നു തേടി നടക്കേണ്ട അമ്മയാണമ്മയാണാത്മസത്യം. അമ്മയാണമ്മയാണാത്മസത്യം.